ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു BB അപ്ഡേറ്റ്. ഇപ്പോൾ ബിഗ് ബോസിൽ അനുവിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആദില നൂറ ഓൾസോ അനുവിടെ ക്യാരക്ടറിലൊരു ഡൗട്ട് ഉള്ള പോലെയാണ് കാണിക്കുന്നത്. ലൈക്ക് ഇവള് ജെനുവിൻ ആണോ എന്നൊക്കെ ഒരു ഡൗട്ടുള്ള പോലെ, ഫേക്ക് ആണോ റിയൽ ആണോ, ബിക്കോസ് ഇവൾക്ക് ഒരുപാട് സജഷൻസ് ഓരോ സിനാരിയോസ് വരുമ്പോഴും പറഞ്ഞിട്ടും അവളത് പ്രോപ്പറായിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്ത രീതിക്ക് ഇവർക്ക് തോന്നുകയാണ്. ഇപ്പോൾ സോഫാർ നമ്മൾക്ക് ആദില നൂറനെ ഒരു ജെനുവിൻ കണ്ടസ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വിഷ്വൽസ് അനുസരിച്ച് വാട്ട്സ് ഇൻസൈഡ് റിയലി നമുക്കറിയില്ല. സ്റ്റിൽ അവരൊരു ജെനുവിൻ ആയിട്ട് ഒരു ജസ്റ്റിസിനൊപ്പം സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടാണ് നമുക്ക് സോഫാർ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കും ഇപ്പോൾ അവളുടെ ഒരു ക്യാരക്ടറിൽ, അനുവിൻ്റെ ക്യാരക്ടറിൽ ഇങ്ങനെ ഒരു ഡൗട്ടുള്ള പോലെ നമുക്കും തോന്നും. ലൈക്ക് അവരിങ്ങനെ ഓരോരുത്തരോട് അത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, അവളിങ്ങനെ അവർക്ക് വിശ്വാസമുള്ളവരോടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണാം. കമോൺ ലെറ്റ്സ് സീ. എന്തോന്ന് വീട്ടിൽ ഞാൻ ഈ ഭക്ഷണങ്ങൾ കഴിക്കാറില്ല. ഫുഡ് അവർക്ക് കൊടുക്കുമ്പോ നമ്മൾ വയറിറച്ചല്ലേ വീട്ടിൽ കഴിക്കല്? അതെ, നമ്മൾ വീട്ടിൽ വയറ് നിറച്ചാണ് ഭക്ഷണം കഴിക്കാറ്. പിന്നെ അത്ര കഴിച്ചാൽ മതി എന്നുള്ള നീ ഫുഡിന്റെ കാര്യത്തിൽ അവിടെ പറഞ്ഞത്. വീട്ടിൽ എല്ലാ സൗകര്യം ഇവിടെ തരുമോ? നമ്മുടെ വീട്ടില് ജീവിച്ചില്ലേ, എന്നും കിട്ടുന്ന റേഷനാണ്. കൂടുതലും മുളക് കിട്ടിയണ അല്ല അല്ല അല്ലാനോ? എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം നീ മുട്ടിപ്പോവും. എന്നിട്ട് ബാത്റൂമിൽ വന്നിട്ട് അവള് വന്നില്ല, അവള് നൂറിനോട് സംസാരിക്കായിരുന്നു. അപ്പൊ ജിഷൻ ചേട്ടൻ പറഞ്ഞു ഉച്ചക്ക് നീ കഴുകണം ഫുള്ള് പറഞ്ഞു. അപ്പൊ അനു പറഞ്ഞ് എന്താണ്, ഞാനല്ലേലും കുളിച്ചിറങ്ങുമ്പോ എല്ലാ ദിവസവും ബാത്റൂം കഴുകലുണ്ടെന്ന് പറഞ്ഞു. കുളിച്ചിറങ്ങുമ്പോ ഞാൻ അങ്ങനെയാണ് വീട്ടില് അങ്ങനെ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ നീ അത് ബാത്റൂം ടീമിനോട് പറയലുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു ബാത്റൂം ഒഴിച്ച് കഴുകിയാ പോരെ, അവള് കഴുകിയതല്ലേ. അപ്പൊ അവള് എന്തിനാ ഞാൻ കഴുകുന്നത്, അല്ല എന്തിനാ ഞാൻ പറയുന്നത് ചോദിച്ചു. അപ്പൊ ഞാൻ ഇത് പറഞ്ഞു. അപ്പോൾ വീട്ടിലെ പോലെ എന്നുള്ളത് പറഞ്ഞ് ഞാൻ വീട്ടിലുള്ളത് പോലെ തന്നെ ഇവിടെ നിൽക്കുന്നത് എടുത്തെടുത്ത് പറയുന്നുണ്ട് അവള്. പക്ഷെ കിച്ചണിലോട്ട് വന്നപ്പോ അവള് പറഞ്ഞത് കുറച്ച് മുന്നേ എന്നോട് തന്നെയാ വന്ന് പറഞ്ഞത്. അത് ഇനിയിപ്പോ പറഞ്ഞു ഇട്ടെന്നാണെന്ന് എനിക്കറിയില്ല. എന്തിനാ നമ്മള് വീട്ടിൽ നിൽക്കണമല്ലോ ഇവിടെ നിൽക്കുന്നത്, അങ്ങനെയൊന്നും അല്ല. വിശക്കണവര് വിശക്കട്ടെ എന്നുള്ളതില് എനിക്ക്, അതായത് വിശപ്പിന്റെ ഇതായിട്ട് പ്രശ്നം ഉണ്ടാവണേ ഉണ്ടായിക്കൂടെ, പ്രശ്നം ഉണ്ടായിക്കോട്ടെ. അധ്വാനമൊന്നും ഇല്ലല്ലോ. അത് നേരത്തെ ആടുന്ന് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞ മരുന്ന് കുടിക്കുന്ന ആൾക്കാരല്ലേ, അധ്വാനം മാത്രമല്ലല്ലോ. സാധാരണ മനുഷ്യന്മാർക്ക് വിശക്കില്ലേ, ഇത് ദഹിച്ചു പോകുന്ന സാധനല്ലേ, അതിന് അധ്വാനിക്കണമെന്നുണ്ടോ? അത് ഇടക്കിടക്ക് മാറ്റി പറയണ എനിക്ക് പറ്റുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു പരിധി വരെ അവർക്ക് സപ്പോർട്ട് കൊടുക്കാം. നമ്മളെന്താണ് എല്ലാരും കൂടി എനിക്ക് 2 വഞ്ചിയില് കാലുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഇവളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അതല്ല, എനിക്കത് പറ്റൂല. ഇപ്പൊ ഇവളെ പറ്റിയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പൊ അവള് അവിടെ ഇരുന്ന് പറഞ്ഞു, അവര് പറയാൻ നമുക്ക് അവളെ സപ്പോർട്ട് ചെയ്ത് ന്യൂട്രലും അല്ല, അവള് പറയുന്നത് തെറ്റാണ്, ഒന്നുമല്ല, മിണ്ടാണ്ടായി പോവുക. അപ്പൊ നമ്മളും അതില് മൊത്തത്തില് നമ്മളുടെ മേത്തും തെറ്റ് വരുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യില്ല. ഇപ്പൊ കിച്ചൺ ടീമില് ഞാനും ഉണ്ടായിരുന്നു. മൊത്തത്തില് കിച്ചൺ ടീമിലെ മേത്തോണ്ടാവുന്നത് നമ്മൾ അനുവിന് വേണ്ടി നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മളെ കോർണർ ചെയ്യും. അതാണ് നമ്മളെ പറയൂല. പേഴ്സണലി നമുക്ക് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമുണ്ട്. എങ്ങനെ ഒരു പെണ്ണിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ആ പെണ്ണ് നിൽക്കണം, ആ പെണ്ണ് സപ്പോർട്ട്. അവളത് ചെയ്യുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് അവളെ സമാധാനിപ്പിക്കുകയും നീ പോകണ്ട സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത്ര നാളെ അവൾക്ക് അത് മനസ്സിലായിട്ടില്ല. ഇവര്